സിനിമ ഇൻഡസ്ട്രിയിലുള്ള പുതുതലമുറയും പഴയ തലമുറയും ഒക്കെ ഒരുപോലെ പറയുന്ന ഒരു പേരുണ്ട്, മമ്മൂട്ടി. മമ്മൂട്ടിയുടെ പരീക്ഷണ കഥാപാത്രങ്ങൾ, പരീക്ഷണ സിനിമകൾ. അതിനെക്കുറിച്ച് വാദോരാതെ അവർ പറയുമ്പോൾ അത്തരത്തിൽ പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂട്ടി നടത്തി അവ തിയേറ്ററിൽ വേണ്ട പോലെ അല്ലെങ്കിൽ അർഹിക്കുന്ന വിജയങ്ങൾ നേടാതെ പോയ ചില ചരിത്രങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയുള്ള ചില സിനിമകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം അടയാളം, സംവിധാനം കെ മധു, വർഷം 1991. ക്യാപ്റ്റൻ ഹരിഹരൻ എന്ന വ്യത്യസ്തതയാർന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പട്ടാള ജീവിതം വിട്ട് സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജന്റായി ജോലി നോക്കുന്ന ഹരിഹരനെ തേടി ഒരു വിചിത്രമായ കേസെത്തുന്നു. അതിലേക്ക് ഇറങ്ങുന്ന ക്യാപ്റ്റനും കൂട്ടുകാരനും സങ്കീർണത നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു. ഷെർലക് ഹോംസ് കഥകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സസ്പെൻസ് നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് അടയാളം. രണ്ടാമത്തെ ചിത്രം അനശ്വരം, സംവിധാനം ജോബോൺ, വർഷം 1991. മമ്മൂട്ടിയും ശ്വേതാ മേനോനും ഇന്നസെന്റും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ചിത്രമാണിത്. മെക്കാനിക്കായ ഡാനിക്കുണ്ടാവുന്ന ഒരു അപ്രതീക്ഷിത ദുരന്തം അയാളുടെ ജീവിതം ആകെ താറുമാറാക്കുന്നു. പിന്നീട് അതിന് കാരണക്കാരായവരെ തേടി നടന്ന് അവരോട് ക്രൂരമായി പ്രതികാരം തീർക്കുന്നതാണ് ചിത്രം പറയുന്നത്. മൂന്നാമതായി 1992 ഇറങ്ങിയ ജോണി വാക്കർ, സംവിധാനം ജയരാജ്. അവതരണത്തിലും കഥയിലും ഛായാഗ്രഹണത്തിലും കഥാപാത്രത്തിലും വേഷവിധാനങ്ങളിലും ലൊക്കേഷനിലും അടക്കം ഒരു ഹോളിവുഡ് ശൈലിയിൽ അടിമുടി പരീക്ഷണങ്ങൾ നടത്തിയ ചിത്രമാണിത്. വളരെ കുറച്ചു കാലത്തെ ജീവിതം ആഘോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുന്ന ജോണിയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന മയക്കുമരുന്ന് മാഫിയയും അവർ മൂലം എല്ലാം നഷ്ടമാകുന്ന ജോണിയുടെ പ്രതികാരവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നാലാമതായി ജാക്ക്പോട്ട്, സംവിധാനം ജോമോൻ, വർഷം 1993. സ്വന്തം കുടുംബം വീണ്ടെടുക്കാനായി ഗൗതം കൃഷ്ണൻ നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അഞ്ചാമതായി 1994 പുറത്തിറങ്ങിയ വിഷ്ണു, സംവിധാനം പി ശ്രീകുമാർ. വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നിരാലംബരായ കുറേയധികം ആളുകൾ കടന്നു വരുന്നു. അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന വിഷ്ണുവിന് ഗുരുദാതയെ കൊല്ലേണ്ടി വരുന്നു. പിന്നീടുള്ള സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ സിനിമ വികസിക്കുന്നു. ആറാമത് ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, വർഷം 1995, സംവിധാനം കെ മധു. പബ്ലിക് പ്രോസിക്യൂട്ടറായ അനിയൻ കുരുവിളയുടെ അടുത്തേക്ക് ഒരു കൊലപാതക കേസ് എത്തുന്നു. അതിലെ പ്രതി നിരപരാധിയാണെന്നും അടിമുടി ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണിതെന്നും അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അയാൾ ഈ കേസ് തന്റേതായി കണ്ട് സ്വന്തം രീതിയിൽ അന്വേഷണം തുടങ്ങുന്നു. പിന്നീട് ചിത്രം ആസ്വാദകന് സമ്മാനിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സസ്പെൻസ് ക്രൈം ത്രില്ലർ സ്റ്റോറി. ഏഴാമത് ചിത്രം ഇന്ദ്രപ്രസ്ഥം, വർഷം 1996, സംവിധാനം ഹരിദാസ്. ഇതും ഒരു കുറ്റാന്വേഷണ കഥയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സതീഷ് മേനോന്റെ അടുക്കിലേക്ക് ചിത്ര എന്ന പെൺകുട്ടി എത്തുന്നതോടെ ചിത്രയുടെ പ്രശ്നങ്ങളെല്ലാം സതീഷ് മേനോന്റെ കൂടിയാവുന്നു. അവളെ സംരക്ഷിക്കാനായി സതീഷിന് വലിയൊരു മാഫിയ സംഘത്തെ തന്നെ നേരിടേണ്ടി വരുന്നു. ടെക്നോളജികൾ ഉപയോഗിച്ച് അയാൾ നടത്തുന്ന സംഭവബഹുലമായ അന്വേഷണത്തിന്റെ കഥയാണ് ഇന്ദ്രപ്രസ്ഥം. എട്ടാമത് ചിത്രം ദി ട്രൂത്ത്, വർഷം 1998, സംവിധാനം ഷാജി കൈലാസ്. ശാസ്ത്രവും വിശ്വാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ട്രൂത്ത്. 3 മണിക്കൂർ മിച്ചമുള്ള ഈ ചിത്രം അടിമുടി ഉദ്യോഗം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നു. ഒൻപതാമത് ചിത്രം ഒരാൾ മാത്രം, സംവിധാനം സത്യനന്ദിക്കാട്, വർഷം 1997. കോൺട്രാക്ടറായ ഹരീന്ദ്രനാഥ് ഒരു വാടക വീട് അന്വേഷിച്ച് ശേഖരമേനോന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഹരീന്ദ്രനെ കാത്തിരിക്കുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളുടെ നൂലാമാലകളായിരുന്നു. താമസിയാതെ പ്രശ്നങ്ങളെല്ലാം ഹരീന്ദ്രൻ്റേത് കൂടിയാവുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ മുഹൂർത്തങ്ങളിലൂടെ സിനിമ മുന്നേറുന്നു. നാട്ടിൻപുറത്തിന്റെ നന്മയും ഭംഗിയും അതിനിടയിലെ ഉദ്വേഗം നിറഞ്ഞ അന്വേഷണവുമൊക്കെ പ്രേക്ഷകന് സമ്മാനിക്കുന്നത് ഹൃദയസ്പർശിയായ ഒരു സിനിമയുമാണ്. പത്താമത് ചിത്രം വജ്രം, വർഷം 2004, സംവിധാനം പ്രമോദ് ഭട്ടൻ. ദേവരാജൻ എന്ന കൊട്ടേഷൻ ഗുണ്ടയും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 2 സ്ത്രീകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. വളരെ പെട്ടെന്ന് ആ സ്ത്രീകളെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ അയാളുടെ സ്വകാര്യ വിഷയങ്ങളാവും. പിന്നീട് അങ്ങോട്ട് ദേവരാജൻ നേരിടുന്ന പ്രതിസന്ധികളിലൂടെയാണ് സിനിമ മുന്നേറുന്നത്. നല്ല ആസ്വാദന സുഖം നൽകുന്ന സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ മൂവി. അതിൽ മൊത്തത്തിൽ കൺവിൻസിങ് ചെയ്തുകൊണ്ട് കൺവിൻസിങ് സ്റ്റാറായ സുരേഷ് കൃഷ്ണയും തിളങ്ങിയിരിക്കുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ പരീക്ഷണ കഥാപാത്രങ്ങളെ നൽകിയ സിനിമകളാണിവ. ഇവയൊന്നും തിയേറ്ററുകളിൽ അത്ര പരാജയമായിരുന്നില്ലെങ്കിൽ കൂടി വേണ്ടത്ര അംഗീകാരമോ വേണ്ടത്ര വിജയമോ ഈ സിനിമകൾ അക്കാലത്തൊന്നും തിയേറ്ററുകളിൽ നേടിയില്ല. ഇത്തരത്തിൽ നിറയെ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ, മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്.